ഹോസ്റ്റലിനകത്ത് ജയശ്രീക്ക് മുറിയുണ്ട്. അതുകൊണ്ട് ജയശ്രീ ആ സമയത്ത് ഹോസ്റ്റലിലും പോവും, ഈ 2 വീട്ടിലും മാറി മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലാണ് ആ സമയത്ത് ജീവിക്കുന്നത്. എന്നിട്ട് പ്രസവം അടുത്ത സമയത്ത് SIT ഹോസ്പിറ്റലിൽ ജയശ്രീയുടെ തന്നെ സീനിയേഴ്സായിട്ടുള്ളവരും പഠിപ്പിക്കുന്നവരും അവർ എല്ലാവരും കൂടാണ് ജയശ്രീയെ നോക്കുന്നത്. അപ്പോൾ ജയശ്രീ പ്രസവിക്കുന്ന സമയം വരെ ഈ അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് നമ്മളിത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നില്ല. പ്രസവിച്ചതിന് ശേഷമാണ് അറിയിക്കുന്നത്, അങ്ങനെയാണ് അവർ വരുന്നത്. അപ്പോൾ അത് വരെ ഞാൻ കംപ്ലീറ്റ് ഈ ജയശ്രീയുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്ന തരത്തിൽ ആണ് നമ്മൾ ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയാണ് അവലംബിച്ചത്. അപ്പോൾ ജയശ്രീയുടെ അമ്മയും അച്ഛനും ഒക്കെ വന്ന്, എൻ്റെ അമ്മയും അച്ഛനും വന്ന്, അച്ഛൻ വന്നിട്ടില്ല, അമ്മ വന്ന്, അങ്ങനെ ജയശ്രീയുടെ വീട്ടിലേക്ക് പ്രസവം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ നേരെ ജയശ്രീയുടെ വീട്ടിൽ പോയി താമസിച്ച് കുഞ്ഞിനെ നോക്കുന്ന കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഞങ്ങൾ ആ തരവാരത്തിലുള്ള പ്രവർത്തികൾ മുഴുവനും ഒന്നിച്ച് അവിടെ ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അങ്ങോട്ടങ്ങ് നീങ്ങുകയാണ്. അപ്പോൾ ആ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കുമ്പോൾ ഒരു 3-4 മാസം അവിടെ താമസിച്ചിട്ടുണ്ട്. 3-4 മാസം താമസിക്കുന്ന സമയത്ത് ചിങ്ങോലിയിലുണ്ടായിരുന്ന എൻ്റെ തന്നെ കൂട്ടുകാരായിരുന്ന ഒരു കപ്പിളുണ്ട്. ഒരു ശാസ്ത്രി സാറും ലീല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ലീല ഇതുപോലെ ഗർഭിണിയായി, അവരും പ്രസവിക്കുന്നതുകൊണ്ട് അവരെ അങ്ങ് തിരുവനന്തപുരത്ത് നമ്മൾ കൊണ്ടുവന്ന്, അപ്പോൾ അവരും പ്രസവിച്ച് ആ കുഞ്ഞും ഒക്കെ ആയിട്ടാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ജീവിതം ഇങ്ങനെ നയിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിനെ മാറ്റിയ മറ്റൊരു പ്രവൃത്തി ഇതിൻ്റെ തൊട്ട് മുമ്പ് ഞാനും ജയശ്രീയും കൂടെ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് നടന്ന ഒരു കാര്യമുണ്ട്. അത് A.C.K. രാജ എന്ന് പറഞ്ഞിട്ടൊരു ചിത്രകാരനും മുൻകാല നക്സലേറ്റും അതുപോലെ തന്നെ ഡ്രാമ ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം റോഡിൽ വെച്ചിട്ട് പരിചയപ്പെട്ടു. അത് ബാബുവിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ബാബു ഇങ്ങനെ പരിചയപ്പെടുത്തി. പെയിൻറ്ററാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ പറഞ്ഞു തൊട്ടടുത്താണ് വീട് താമസിക്കുന്നത്, അവിടെ പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ അന്ന് അത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഇതാണ്. അത് പറഞ്ഞ് ഞാനൊരു വൈദ്യനെ കാണാൻ പോവുകയാണ്. ഇവിടെ ഒരു മുഴ ഉണ്ടായി, അതിന് എണ്ണ ഇടാനായിട്ട് പോയതാണ്, മേടിക്കാൻ പോയതാണ്. അത് മദ്യപിക്കും, അതുകൊണ്ട് ബാറിലും പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ച്. എന്നിട്ട് അപ്പോൾ ഭയങ്കര മഴ വരുന്നുണ്ട്. ആ മഴ വരുന്ന സമയത്ത് ഈ രാജാ പറഞ്ഞ്, നിങ്ങൾ മഴയെ പേടിക്കും, ഞാൻ മഴയെ പേടിക്കത്തില്ല. ഇതേണ്ട ഈ ബാഗ് കണ്ടോ, ഈ ബാഗിനകത്ത് ഒരു വാല് ഞാന്ന് കിടക്കും, അതിനകത്തൊരു കുടയുണ്ടാകും. അതുകൊണ്ട് എനിക്കൊരിക്കലും മഴയെ പേടിക്കേണ്ടി വരത്തില്ല. എപ്പോഴും ഞാൻ ഇടക്കുമ്പോൾ ഈ കുട ഇങ്ങനെ ഇടുക, വാലിങ്ങനെ ഞാന്ന് കിടക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു വാലില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് അയ്യോടാ കുട അതിനകത്തില്ല. അപ്പം രാജാവ് പറഞ്ഞു അയ്യോടാ കുട ബാറില്ല എന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ട്, അങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബാബുവും കൂടെ നടന്ന് അകത്തോട്ട് വരുമ്പോൾ ഇത് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്, വാല് ഞാന്ന് കിടക്കും പക്ഷെ കുടയില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിരിഞ്ഞ് പിറ്റേ ദിവസം ബാബു പറഞ്ഞ് നമുക്ക് ഈ രാജയുടെ വീട്ടിൽ പോകണം. രാജ അവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ബാബു ഞാനും കൂടെ താമസിക്കുന്നത് ഈ പട്ടത്ത് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓഫീസിൻ്റെ ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ അവിടെ താമസിച്ചിരിക്കുന്ന സമയത്ത് ഇയാളുടെ വീട് കുറവൻകോണം എന്ന് പറയുന്ന ഭാഗത്തായിരുന്നു. ഒരു കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് നടന്നു. അവിടെ ചെന്ന് രാജായെ ഇങ്ങനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുമ്പോൾ ഈ മുഴ ഇങ്ങനെ ഇത് മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ജയശ്രീ അവിടെ ഉണ്ട്. അപ്പോൾ ജയശ്രീയോട് ഒന്ന് ചോദിച്ചു നോക്കെ എന്താണെന്ന്, വേറെ വല്ല രോഗമാണോ, ഒന്നും അറിഞ്ഞുകൂടാത്ത. അപ്പം എണ്ണയിട്ട് ഒരാഴ്ചയായിട്ട് തിരുമുന്നുണ്ട്, അത് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ രാജാ വിവാഹം കഴിച്ചിരിക്കുന്നത് സ്റ്റെല്ല എന്ന് പറഞ്ഞ ഇപ്പോൾ ആർട്ടിസ്റ്റാണ് അവർ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ നാടകം അഭിനയിക്കുന്നത് പരസ്പരം കണ്ടെത്തിയവരാണ്. അവർ വയനാട്ടിൽ ഉള്ള സ്ത്രീയാണ്. അപ്പോൾ
അപ്പോൾ അവരെ പരിചയപ്പെടും. അവരുടെ മകളുണ്ട് അമ്മു. ശരിക്കും പറഞ്ഞാൽ അമ്മുവിനെ പോലെ സുന്ദരിയും എന്താ പറയണ്ടേ, നമുക്ക് നമ്മുടെ ഹൃദയം ആകർഷിച്ച് കളയുന്ന തരത്തിലൊരു കുഞ്ഞിനെ അധികം ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കരമായിട്ട് സംസാരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നതിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മറുപടിയൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ്. മുഴുവൻ സമയവും സജീവമായ ഒരു കുഞ്ഞ്. അങ്ങനെ നമുക്ക് അങ്ങനെ അമ്മുവിനെ പറയാൻ പറ്റത്തുള്ളൂ. മറക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മളെ അങ്ങ് ഇമ്പ്രസ് ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ അവളുമായിട്ട് കുറേ നേരം ഞാൻ കളിച്ച് ഒക്കെ ഇരുന്നിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ജയശ്രീയോട് പോയി പറഞ്ഞു, ഇങ്ങനെ രാജ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനുണ്ട്, അയാളുടെ ഇത് തോളയിൽ ഇങ്ങനെ ഒരു മുഴ ഉണ്ട്, അവർ ചികിത്സിച്ചിട്ട് അത് മാറുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ മെഡിക്കൽ കോളേജിൽ ഈ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡർ ആകുക എന്ന് പറയുന്നത് പിന്നെ അങ്ങോട്ടൊരു പരമ്പര എൻ്റെ ജീവിതത്തിലുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു പരമ്പരയിൽ ആദ്യത്തെ ആളാണ് രാജ. അപ്പോൾ രാജയെ നോക്കി കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ച്, അപ്പോൾ അവർ പറഞ്ഞ് ഇത് ഒരു ബയോപ്സി ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് അങ്ങനെ ഒരു അറിവ് അന്നില്ല. അപ്പോൾ ബയോപ്സി എന്ന് പറഞ്ഞാൽ എന്താ നോക്കുമ്പോൾ ഇങ്ങനെ പരിശോധനയ്ക്ക് വിടുന്നു. അപ്പോൾ അവരത് കണ്ടിട്ട് ജയശ്രീ പറഞ്ഞത് ക്യാൻസറിനാണ് അതങ്ങനെ ചെയ്യാറുള്ളതെന്ന് പറയും. അപ്പോൾ നമ്മളത് കേട്ടോ, ആദ്യമായിട്ടാണ് ക്യാൻസർ പേഷ്യൻ്റ്, ക്യാൻസറുണ്ട് ഒക്കെ ആലോചിക്കുന്നേ ഇല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ തന്നെ വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ ബയോപ്സി എടുത്ത് അവരയച്ച്, എന്നിട്ട് രാജ തിരിച്ചു വിട്ട് ഞങ്ങൾ. അപ്പോൾ അന്ന് തൊട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞാനും ബാബുവും കൂടെ അവിടോട്ട് നടന്നു പോയി. അപ്പോൾ ഈ അമ്മു അവിടെ കളിക്കാനുണ്ടാവും. രാജായിട്ടിരുന്ന പഴയ കാര്യങ്ങളൊക്കെ അവർ രണ്ടുപേരും കൂടെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ സ്റ്റെല്ല നല്ല ഒരു കൂട്ട് ആയിട്ടുള്ള ഒരു വീട്, ഞങ്ങൾക്ക് പോയിരുന്ന കാര്യം പറയാൻ പറ്റുന്ന ഒരു പുതിയ വീടുണ്ടാകുന്ന പോലെയാണ് ഞാൻ അനുഭവിച്ചത്. അപ്പോൾ കുറേ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് ഒക്കെ അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ബയോപ്സി റിപ്പോർട്ട് വന്നു. അപ്പോൾ ക്യാൻസറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്. ഭയങ്കര ഷോക്കിംഗ് ആയിട്ടാണ് ഞാൻ അത് അനുഭവിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയേ ഇല്ല. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ കഷ്ടിച്ച് ജീവിക്കുന്നവരാ. അപ്പം വരുമാനത്തിൻ്റെ ലോകങ്ങളും ഇല്ല, ഒരു യുക്തിയുമില്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഡോക്ടർമാരുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ക്യാൻസറിനെ പറ്റി വായിക്കുകയും പഠിക്കുകയും, പിന്നെ ജയശ്രീ ഉള്ളത് കാരണം കൊണ്ട് ജയശ്രീയായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജയശ്രീ പറഞ്ഞത് സെക്കൻഡറി ആണ് എന്ന് പറഞ്ഞ്. അപ്പോൾ സെക്കൻഡറി ആണെന്ന് പറഞ്ഞാൽ അന്നത്തെ അനുഭവത്തിൽ രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യതയില്ലാത്ത ഒരു സ്ഥലമായി കഴിഞ്ഞു. അപ്പോൾ സാധാരണ സെക്കൻഡറി ആണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, പ്രൈമറി ഒന്നും ആർക്കും കണ്ടെത്താൻ സാധാരണഗതിയിൽ നമ്മൾ കഴിയില്ല. അപ്പോൾ ക്യാൻസർ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അഗ്രസീവായിട്ടുള്ള കീമോതെറാപ്പിയാണ് ഒന്ന്, പിന്നെ റേഡിയേഷൻ, രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ ഒരു ഡോക്ടർ കുട്ടപ്പനായിരുന്നു അന്ന് അദ്ദേഹത്തിനെ ചികിത്സിക്കുന്നതിന്. അപ്പോൾ രാജയാണെങ്കിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞത് ഒരു ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കിത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന സ്ഥലത്താണെന്ന് ഞാനങ്ങ് പറയുകയാണ്, കള്ളം അങ്ങ് പറയുകയാണ് ചെയ്തത്. ആദ്യമായിട്ട് കള്ളം അങ്ങനെ പറയാനായിട്ട് ഞാനിങ്ങനെ കള്ളം പറയാതെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥലം നിൽക്കുമ്പോൾ ഭയങ്കര, ഞാനും ജോയിയും പലതവണ എപ്പോഴെങ്കിലും കള്ളം പറയാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഡിസ്കഷനകത്ത് ചില സമയത്ത് കള്ളം പറയാം എന്ന് പറഞ്ഞതിനകത്ത് ഒരു സ്ഥലമാണ് ഈ ആശുപത്രിയിലൊക്കെയുള്ള ഇതുപോലുള്ള സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് ആളുകൾക്ക് ആശ്വാസമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു കള്ളം പറയാം. പിന്നെ കൂട്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ പോലീസുകാർ ചോദിച്ചാൽ അവിടെ ഇരിപ്പുണ്ടെന്ന് അപ്പുറത്ത് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് കണ്ടെത്തി അങ്ങനെ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ കള്ളം പറയാം. അതുപോലെ ഈ കൈക്കൂലി കൊടുക്കാൻ വല്ല സമയമുണ്ടോ എന്നിങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും സമയത്ത്. അപ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ ബോധം കെട്ട് വീണ് എൻ്റെ കൂട്ടുകാരൻ എന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോവാണ്. അപ്പോൾ അവിടുത്തെ അറ്റൻഡൻറ്റോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഒരു ആൾ കൈക്കൂലി കൊടുക്കാതെ നമ്മളെ നോക്കത്തില്ല എന്ന് വരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിപ്പോയാൽ
അത് കൊടുക്കാതെ നമ്മളത് കൊടുക്കത്തില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അവർ നോക്കുന്നില്ല. ഞാൻ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപയ്ക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാരൻ ചത്തുപോകുന്നത് ശരിയല്ല. അത് കാരണം കൊണ്ട് അങ്ങനെ ഒരു സന്ദർഭം വന്നാലും കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരൻ ബോധം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോട്ടെ, കൈക്കൂലി കൊടുക്കണ്ട എന്ന് പറഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ മുഴുവനും കൂടെ നമ്മുടെ അടുത്ത് പറയത്തില്ലേ, ഒരു 100 രൂപ കൊടുക്കാനുള്ള മടി കൊണ്ടാണോ നിങ്ങൾ ഈ കൂട്ടുകാരനെ കൊന്നു കളഞ്ഞതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലുള്ള ജീവിത സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ കള്ളം പറയാം എന്നൊക്കെ പറഞ്ഞ കുറച്ച് വിടവുകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമായിപ്പോയി. അങ്ങനെ ഞാൻ പറഞ്ഞ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ് എന്നുള്ള നിലവാരത്തിലാണ് രാജയോട് പറയുന്നത്. പക്ഷേ ഏതാണ്ട് ഒരു മാസമൊക്കെ കണ്ട് കഴിഞ്ഞ് റേഡിയേഷനൊക്കെ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ കുട്ടപ്പൻ വേറൊരു ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട്. ഹീ കെയിം വിത്ത് എ ഹ്യൂജ് സെക്കൻഡറി എന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ കുഴപ്പമാണെന്ന് രാജയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ രാജ എന്നോട് പറഞ്ഞു, ഇടൂ സെക്കൻഡറി ആടൂ ഇത് എന്ന് പറഞ്ഞു, അല്ലാതെ ഇത് പ്രൈമറി ആയിട്ടുള്ളതല്ല. അപ്പം ഞാനാകെ വിഷമിച്ച്. അപ്പം ഞാൻ പറഞ്ഞ് സെക്കൻഡറി മാത്രമല്ല 3rd 4th 5th ഒക്കെ ഉണ്ട് സ്റ്റേജ്, പേടിക്കണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെ ഒരു ഉത്തരമേ അപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. രണ്ടുമില്ല, രാജ ഇല്ലാതിരുന്ന സ്റ്റെല്ലയും കുഞ്ഞും അനാഥമാകും എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവരുടെ 2 വീട്ടുകാരും ഇല്ലാത്ത ഒരു കുടുംബമാണ്. അവർ തന്നെത്താൻ തിരഞ്ഞെടുത്ത് ഉണ്ടായവരാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ രാജാവ് സംസാരിക്കുമായിരുന്നു. ഇവർ 2 പേരും എങ്ങനെ ഇനിയും ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ രാജായെ ആ നിലവാരത്തിൽ ഞാൻ അന്നോട്ട് ഒരു കോൺഷ്യസ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടല്ല, ഞാൻ രാജായെ നോക്കുന്ന ഒരാളായിട്ടങ്ങ് മാറുന്നുണ്ട്. ആശുപത്രി കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക, ഇതെല്ലാം ഞാൻ അങ്ങ് ചെയ്യുന്നുണ്ട്. സ്റ്റെല്ലയുടെ ഒപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ സമയത്ത് അപ്പം പലതരത്തിലുള്ള അന്ന് നമ്മൾ ഈ ആൾട്ടർനേറ്റീവ് ചികിത്സകൾ സാധ്യമാണോ എന്ന് ഒത്തിരി അന്വേഷിക്കുന്ന കാലമാണ്. അപ്പോൾ ആയുർവേദം, ഹോമിയോപ്പതി, അതുപോലെ തന്നെ ഈ ട്രൈബൽ മെഡിസിൻസ്, ഇതെല്ലാം നമ്മൾ പോയിട്ട് എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നൊക്കെ പലരോടും ചോദിക്കുമ്പോൾ ഒരു 1000 കഥകൾ കേൾക്കും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അപ്പം എനിക്കിന്ന് മെഡിസിനെ പറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പോലൊന്നും അന്ന് അങ്ങനത്തെ ഒരു ധാരണയില്ല. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സാധ്യതകളെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്നും മെഡിക്കൽ സിസ്റ്റംസൊക്കെ പലതരത്തിലുള്ള സിസ്റ്റങ്ങൾ ആൾക്കാർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യുക എന്ന് പറയുന്ന നിലപാടുകളൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ന് നമ്മൾ സയൻസിനെ പറ്റി മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്നും മനസ്സിലാക്കിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റംസ് എന്നുള്ള നിലവാരത്തിൽ ആയുർവേദത്തിനെയും ഹോമിയോപ്പതിയൊക്കെ നമ്മൾ കാണുകയും അതിനകത്തൊക്കെ ആരെങ്കിലും ഇത് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ടുള്ള സ്പേസസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ റേഡിയേഷൻ്റെ കോഴ്സെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ നല്ല അവശതയിലായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് രാജ. അപ്പം ഞങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ കോഴിക്കോടൊരു വൈദ്യ വിഭാഗമുണ്ട്, മണ്ണൂർ. അതൊരു മണ്ണൂർ, ഇപ്പോൾ എനിക്ക് പേര് വ്യക്തമായിട്ട് മണ്ണൂർ എന്ന് പറയുന്ന ഒരു കുടുംബം ആണ്, വലിയ വൈദ്യന്മാരുടെ ഒരു ലോകമാണ്. അപ്പോൾ അവിടെ പോയി അവരോട് സംസാരിച്ചാൽ ആയുർവേദത്തിൻ്റെ സാധ്യതകളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കാമെന്ന് അങ്ങനെ എല്ലാവരോടും സജസ്റ്റ് ചെയ്ത് ഞാനും സ്റ്റെല്ലയും കുഞ്ഞും ഒക്കെ ആയിട്ട് അങ്ങ് കോഴിക്കോട് പോയി. ഈ മണ്ണൂർ നമ്പീശൻ എന്നാണ് അയാളുടെ പേര്. അദ്ദേഹത്തിനെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ് കുറേ മരുന്നൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു കോഴ്സ് ഓഫ് കഷായങ്ങളും കാര്യങ്ങളും എല്ലാമാണ്. മണ്ണൂർ നമ്പീശൻ്റെ അടുത്ത് വന്ന് താമസിക്കാനായിട്ട് കോഴിക്കോട് പോകുന്നുണ്ട്. അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ മധു മാസ്റ്റർ എന്നറിയപ്പെടുന്ന നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് രാജ പോയി താമസിക്കുന്നത്. അപ്പോൾ രാജയെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്തേക്ക് ജയശ്രീയുടെ അടുത്തേക്ക് ഇങ്ങനെ പോരുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു വലിയ കൂട്ടുകാരെല്ലാവരും ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഉള്ളത് കൊണ്ട് അവരെ കാണുക എന്ന് പറയുന്നത്, അപ്പോൾ അവരുടെ ഉത്തരവാദിത്തത്തിൽ പിന്നെ രാജയെ നോക്കിക്കോളും എന്ന് പറയുന്ന എല്ലാം ഇഷ്ടമെല്ലാമുണ്ട്, കുഞ്ഞുണ്ട്,
ഈ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് പകരം ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് ഈ മരുന്നൊക്കെ കഴിച്ച് ശരിക്കും പറഞ്ഞാൽ രാജ അങ്ങ് വ്യത്യസ്തമായ ഒരാളായി മാറി. അപ്പം നമ്മളെല്ലാം ഞാനൊക്കെ അന്ന് ആ സമയത്ത് ഈ നമ്മൾ ഈ മനസ്സിലാക്കി മോഡേൺ മെഡിസിനെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒന്നും തന്നെ അല്ല വേറെ ചികിത്സ. ഈ കഷായമൊക്കെ കഴിക്കുന്ന വഴി വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. വെച്ചാൽ പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ നടത്തിയിരുന്നത്. അപ്പോൾ ഇത് ഈ റേഡിയേഷൻ കഴിഞ്ഞ സമയത്താണ് അങ്ങനെ ഇരുന്നതെന്നും അത് ഈ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടാണോ അല്ലയോ എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. പക്ഷേ ഈ മരുന്ന് കഴിച്ചോടെ രാജ ഊർജ്ജസ്വലനായി മാറുന്നതായിട്ടാണ് പിന്നെ കാണുന്നത്. മാത്രമല്ല ഒറ്റയ്ക്ക് കോഴിക്കോട് ഇവർ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം ബസ്സിനകത്ത് യാത്ര ചെയ്ത് പോയി ടൗണിൽ പോയി സിനിമ കാണുക, ഒറ്റയ്ക്ക് സിനിമ കാണുക എന്നൊക്കെ പറയുന്നതൊക്കെ രാജാവ് പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ആ അനുഭവമൊക്കെ ഉണ്ടായതോടെ ഞാൻ ഈ മോഡേൺ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ സംശയിക്കുകയൊക്കെ ചെയ്യുന്ന നിലവാരത്തിലൊക്കെ ആയി. അപ്പം ഞാൻ വിചാരിക്കുന്നത് രാജ യഥാർത്ഥത്തിൽ അങ്ങ് മാറി, വളരെ ആരോഗ്യവാനായി മാറിയതുപോലെയാണ് പെരുമാറുന്നത്. 6 മാസം അങ്ങനെ പോകുന്നുണ്ട്. ആ 6 മാസം കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് രാജ അങ്ങ് ഡൗൺ ആകും. ആ ഡൗൺ ആകുന്ന സമയത്ത് നമ്മളങ്ങ് ഷോക്ക്ഡായിപ്പോയി. കാര്യം ട്രീറ്റ്മെൻറ്റ് ഫലിച്ചു എന്ന് വിചാരിക്കുന്നത് പോലെ ആയിരുന്നു ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അനുഭവിച്ചു പോയത്. പക്ഷെ കംപ്ലീറ്റ് അങ്ങ് മാറിപ്പോയി. അപ്പം ഞാൻ ഇപ്പോൾ നമുക്കത് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഈ റേഡിയേഷൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമുണ്ട്. അതിൽ നിന്ന് റിക്കവർ ചെയ്യും. ഈ ക്യാൻസർ ശമിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒന്ന് സബ്ഡ്യൂ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത് റിലാക്സ് ചെയ്ത് രണ്ടാമത് വരുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് പഴയതുപോലെ ക്യാൻസർ അങ്ങ് ആയിത്തീരുക എന്നുള്ളതാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ നമ്മൾ ഈ മരുന്ന് കഴിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടായെന്ന് ആ മരുന്ന് കഴിക്കുന്നത് വഴി ഊർജ്ജസ്വലനായി എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. അത്രയാണ് ഉള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ട്രീറ്റ്മെൻറ്റ് രോഗചികിത്സ എന്നുള്ള നിലവാരത്തിൽ നടന്നിട്ടില്ലായിരുന്നു. അത് നമ്മൾ അനുഭവിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ഈ രാജായെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവായിട്ട് വീട്ടുകാർ വരുന്നുണ്ട്. അച്ഛനും വരികയും അപ്പോൾ വളരെ സിമ്പിളായ ഒരു പാവം പിടിച്ച ഒരു അച്ഛനാണ്. എങ്കിലും ആ വീട് വിട്ടുപോയി അന്യമതസ്ഥയായ സ്ത്രീയെ വിവാഹം കഴിച്ചതിൻ്റെയൊക്കെ പ്രശ്നം അവരുടെ വീടുകൾ. അപ്പോൾ രാജാ ഒരു കോവിലകത്താണ്, നിലമ്പൂർ കോവിലകത്തെ ബന്ധുവാണ്, അതിനകത്തുള്ള ഒരു ആളാണ്. അപ്പോൾ AC-K രാജ എന്നാണ് അദ്ദേഹത്തിൻ്റെ. രാജ എന്നുള്ള ഈ പഴയ രാജാവിൻ്റെ പേര് തന്നെയാണ് രാജ. അപ്പം അവിടെ അവരും കൂടെ വന്ന് ഈ മധു മാസ്റ്റർ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ പിന്നെ അവർ നോക്കുന്നതുകൊണ്ട് സ്റ്റെല്ലയും അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് അറിയുന്ന ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തും കഴിഞ്ഞു. ഞാൻ തിരിച്ചു പോകുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാനും B. രാജീവനും കൂടെ രാജയെ കാണാൻ പോകുന്നുണ്ട്. അത് ഇതുപോലെ രാജ എന്നെ കണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ആവശ്യപ്പെട്ട് എൻ്റെ കൂടെ ഒന്ന് കയറിക്കിടന്ന് ഒന്ന് കെട്ടിപ്പിടിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കിടക്കുമ്പോൾ അറിയാതെ എൻ്റെ ഈ കാലിൻ്റെ മുട്ട് അദ്ദേഹത്തിൻ്റെ ഈ വശത്തുനിന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരാൾ എല്ലും തോലുമാകുക എന്ന് പറയുന്ന അവസ്ഥയിലാണ് അപ്പം ഞാൻ കാണുന്നത്. ഒരിക്കലും ഞാൻ അത്രയും എല്ല് കഴിഞ്ഞാൽ എല്ലും തോലുമാകുക എന്ന് നമ്മളിങ്ങനെ പണ്ട് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അത് യഥാർത്ഥത്തിൽ കണ്ടത് ഈ ക്യാൻസറിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയ സമയത്താണ്. അപ്പം ഞാനിപ്പോഴും അദ്ദേഹം അയ്യോ എന്ന് പറയുമ്പോൾ ഞാൻ വല്ലാതെ തകർന്നു പോയായിരുന്നു. വേദനിപ്പിക്കാതെ വളരെ കൂടെ കയറി കിടക്കണം, ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. അങ്ങനെ കിടന്ന് കുറേ കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഇത് പറഞ്ഞ് പിരിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജ മരിച്ചുപോയി. അപ്പോൾ സ്റ്റെല്ലയും കുഞ്ഞും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ വരുന്ന ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവർ തിരുവനന്തപുരത്ത് വന്ന് വാടക വീട്ടിൽ താമസിക്കാനോ അല്ലെങ്കിൽ അതിന് വരുമാനത്തിനോ അങ്ങനത്തെ ഒരു സാധ്യതയില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്ത് കുഞ്ഞിനെയും സ്റ്റെല്ലയും കൂടെ ചിങ്ങോലി ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ലീലയും ഒരു സംഘം കൂട്ടുകാർ പലരും അവിടെ ഉണ്ട്. അവരെല്ലാവരും കൂടെ അവിടെ താമസിക്കുന്നുണ്ട്. ഒരു
അവരവിടെ ഇങ്ങനെ ജീവിക്കുന്നതിന് വേണ്ടി പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ അന്ന് ഒരു വരുമാനം എന്നുള്ള നിലവാരത്തിൽ പല കാര്യങ്ങളും അവിടെ കൃഷി, കുറച്ച് ഭൂമിയുള്ളത് കാരണം കൊണ്ട് കൃഷി ചെയ്യുക, അതുപോലെ തന്നെ താറാവിനെ വളർത്തുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഒരു സംഭവവും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടുകാരായിരിക്കുന്ന ആൾക്കാരും ഒക്കെ അവിടെ വരും. അപ്പോൾ കേരളത്തിനകത്ത് ഈ പുസ്തക പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയ കൂട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് പോയി താമസിക്കുന്ന സ്ഥലവും ഈ പ്രേമ വിവാഹിതരായ ആൾക്കാർക്ക് ഓടി വന്നാൽ നിൽക്കാൻ പറ്റുന്ന നിലവാരത്തിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് അത് മാറുന്നു. ഈ സമയത്ത് ഒരു സമയത്ത് ഞാനും ഈ ജയശ്രീ ഗർഭമുണ്ടായി പ്രസവിക്കുന്നതിനൊക്കെ മുമ്പൊരു ഒരു ഇൻസിഡൻറ്റ് ഇതുപോലെ ഉണ്ട്. അത് ഇതുപോലെ എന്നെ ആലോചിപ്പിച്ച ഒരു ഇൻസിഡൻ്റാണ്. ഇപ്പോൾ ജയശ്രീ ഞാനും കൂടെ ഈ വീട്ടിൽ പോയി താമസിക്കുന്നുണ്ട്, ചിങ്ങോലി പോയി താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആദ്യമായിട്ട് പോയിട്ട് കുറച്ച് നാൾ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ജയശ്രീ ഇങ്ങനെ ഒരു മ്ലാനതയോടെ ഇരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞോ എടുത്തോ ആയിട്ടുള്ളൊരു കാര്യമൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ ജയശ്രീയോട് ചോദിച്ചു, എന്താണ് ഒരു വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. ജയശ്രീ അല്ല വിഷമമൊന്നുമില്ല. പിന്നെ ഞാൻ ചോദിച്ചാൽ എന്താ ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ജയശ്രീ പറഞ്ഞ് ഞാൻ മറ്റുള്ളവരെ പോലെ ഒരാളാണ് എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ ആലോചിച്ചു, മറ്റുള്ളവരെ പോലെ ഒരാൾ. അപ്പോൾ ജയശ്രീ പറഞ്ഞു, ഇവിടെ ഉള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അവരുടെ ഇടയിൽ ഒരാൾ മാത്രമാണ് ഞാൻ. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് അനുഭവിച്ചു പോയി. കാരണം ഞാൻ എല്ലാവരോടും ഒരുപോലെ പെരുമാറണമെന്ന് പഠിക്കുന്ന ഇതിന് ഒരു തീമായിട്ടാണ് ജീവിതത്തിനകത്ത് ഈ സന്യാസത്തിൻ്റെയൊക്കെ യുക്തിക്കകത്തും അതിന് രാഷ്ട്രീയമായിട്ട് ആലോചിച്ചാൽ എല്ലാവരെയും തുല്യരായി ഒരുപോലെ കാണുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജയശ്രീയായിട്ട് പ്രേമിച്ച് എന്നോടൊത്ത് വരുന്ന ആളാണ്. ആ പ്രേമിച്ച് വരുന്ന ജയശ്രീക്ക് യാതൊരു സ്പെഷ്യാലിറ്റി ഇല്ലാതാണ് ഞാൻ പെരുമാറുന്നത് എന്നുള്ളതാണ് ജയശ്രീ പറഞ്ഞത്. ഇത് നമ്മുടെ ആകെയുള്ള ജീവിതത്തിൻ്റെ തീമെന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ കാണുക എന്ന് പറയുന്നത്. പക്ഷെ പ്രണയിക്കുന്ന ആൾ സ്പെഷ്യൽ ആകേണ്ട ആവശ്യമുണ്ട്. അപ്പോഴേ അവർ പ്രണയമായി മാറുന്നുള്ളൂ. ഇതൊരു ഭയങ്കര, അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് കൺഫ്രണ്ട് ചെയ്ത ഒരു പൊതുപ്രവർത്തകനായിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം അയാൾക്ക് പൊതുമണ്ഡലത്തിനകത്ത് തുല്യതയോടെ പെരുമാറുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു സവിശേഷ മേഖല പ്രണയം കൊണ്ടുണ്ടാകും. ഇതാണ് ഒരു പ്രൈവറ്റ് സ്പേസ് എന്ന് നമ്മൾ പറയുന്ന സാധനം രൂപപ്പെടുന്നത്. അപ്പോൾ ഫെമിനിസത്തിനകത്ത് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന സ്പേസ് അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ് തിരിച്ചറിയുന്നത്. ഇതിൻ്റെ സവിശേഷ മേഖല എന്ന് പറയുന്നത് ഈ പൊതുമണ്ഡലത്തിന് പുറത്തല്ല. പക്ഷെ അങ്ങനെയാണ് പഴയ രാഷ്ട്രീയവും പഴയ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ യുക്തികൾ നിൽക്കുന്നത്. പ്രൈവറ്റ് സ്പേസ് ഉണ്ടായിക്കൂടാ എന്നാണ്. പക്ഷേ പ്രണയത്തിന് ആ പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്നത് ഓരോ വീടിനകവും മറ്റുള്ളവരെ സംബന്ധിച്ചോളം പൊതു സ്പേസാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓരോ ആളും മറ്റുള്ളവർക്ക് സമൂഹമാണ്. പക്ഷെ നമ്മുടെ ഉൾവശം എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയത്ത് പ്രൈവറ്റും പബ്ലിക്കും എന്ന് പറയുന്നത് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഓരോ ആളിനോട് ബന്ധപ്പെട്ട് മാത്രം സവിശേഷത നിൽക്കുന്ന ഒരു മേഖലയാണ്. അപ്പം ഞാനും ജയശ്രീയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സവിശേഷ മേഖലയായിട്ട് നിൽക്കുകയും അതേ സമയത്ത് അതിനെ പൊളിറ്റിക്കൽ സ്പേസിനകത്ത് ഫിക്സ് ചെയ്ത് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഈ പറയുന്ന അത്രയും സൂക്ഷ്മമായിട്ടപ്പോൾ അന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിത് ഈ പ്രൈവറ്റ് നമ്മൾക്ക് എംഗൽസിൻ്റെയൊക്കെ ഇതിനകത്ത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് എല്ലാത്തിനും കാരണം കുഴപ്പം എന്നൊക്കെ പഠിക്കുന്ന തരത്തിലുള്ള വായനയും പഠനമൊക്കെ നടക്കുന്ന കാലവും കൂടെയൊക്കെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പ്രൈവറ്റ് സ്പേസ് ശരിയല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോൾ പ്രണയം എവിടെ നിൽക്കും? പ്രണയം എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകളിൽ നിന്നും ഭിന്നമായി ഒരാളെ നമ്മുടെ സവിശേഷ പങ്കാളിയാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായിട്ട് മാറുന്നുണ്ട്. അപ്പം ഞാനത് ആദ്യം എനിക്കിത് വളരെ വലിയ പാടാണ്. ജയശ്രീയോട് മറ്റുള്ളവരുടെ പെരുമാറുന്നതിൽ നിന്ന് ഭിന്നമായി സവിശേഷമായ ഒരു സ്പേസ് ജയശ്രീക്ക് കൊടുത്തു വേണം ജീവിക്കേണ്ടത് എന്ന് വരുന്നത് വലിയ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് ദിവസം അനുഭവിക്കുന്നിടത്തേക്ക് പിന്നെ മാറുന്നുണ്ട്.
പൊതുവായ അപ്പം അത് ജയശ്രീ അക്സെപ്റ്റ് ചെയ്യാൻ ജയശ്രീ പറയുന്നുണ്ട്, സവിശേഷമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് പ്രണയമാകത്തില്ല. അപ്പോൾ ഇത് വളരെ പ്രശ്നം പിടിച്ച ഒരു ഏരിയയാണ്, നമുക്ക് എളുപ്പമല്ലാത്തതാണ്. എല്ലാ ആളുകളും പ്രണയിക്കുന്നവരും പബ്ലിക്കായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്ന ഏതാളും കൺഫ്രണ്ട് ചെയ്യാതിരിക്കത്തില്ല ഞാൻ ഈ പറയുന്ന പ്രശ്നം സവിശേഷമായിട്ട്. അപ്പം ഇത് രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കുന്ന ആളുകൾക്ക് മുഴുവനും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും ചെയ്യുന്നവർ അവരുടെ വീട് നോക്കിയാൽ തെറ്റായി മാറും. ഇതാണ് നമ്മുടെ ബോധത്തിനകത്തുള്ളത്, തെറ്റാണെന്നാണ്. അവർ തെറ്റായിട്ട് പെരുമാറുന്നതാണ്. ഒരു ഡോക്ടർക്ക് അവരുടെ മക്കളെ മുഴുവൻ ഡോക്ടറാക്കാം, എഞ്ചിനീയർക്ക് എഞ്ചിനീയറാക്കാം, അധ്യാപകർക്ക് അധ്യാപകരാക്കാം, IAS കാരനാക്കാം. പക്ഷെ രാഷ്ട്രീയക്കാരന് മക്കളെ രാഷ്ട്രീയക്കാരനാകാനൊക്കത്തില്ല, അത് തെറ്റായിട്ട് മാറും. ഈ പൊതുമണ്ഡലം എന്ന് പറയുന്നതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും പ്രൈവസി എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു പഴയ ബോധം നമ്മളിലെല്ലാം നേരിടും. അങ്ങനെയാണ് ഗാന്ധിക്ക് മക്കളെ നോക്കാൻ കഴിയാതെ പോകുന്നത്. അത് മക്കളെ നോക്കാൻ പോയാൽ തെറ്റായിട്ട് വരും. മകളെ നോക്കിയത് കാരണം കൊണ്ട് നെഹ്റു മോശപ്പെട്ട ആളായി മാറി. അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമാണ്. ഇതുവരെ സത്യം പറഞ്ഞ മനുഷ്യരെല്ലാവരും കൂടെ ചേർന്നത് പരിഹരിച്ചിട്ടില്ലാത്തൊരു സ്ഥലമാണ്, നമ്മൾ അറിയേണ്ടതുമാണ്. അപ്പം നമുക്ക് രാഷ്ട്രീയ സാമൂഹ്യ മേഖലയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ മക്കളെയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പങ്കാളികളെയോ സവിശേഷമായിട്ട് പരിചരിക്കുക എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന തെറ്റായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ആളുകളെല്ലാം പറയുന്നത്. അവരുടെ വീട്ടുകാരെ മുഴുവൻ നോക്കുന്നു. ബാക്കിയുള്ളവർ മുഴുവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടുകാരെ നോക്കുന്നവരാണ്. വീട് നോക്കാത്തവർ മഹാമോശമാണെന്ന് പറയും, പക്ഷെ രാഷ്ട്രീയക്കാർ വീട് നോക്കിക്കോളും. ഇത് എങ്ങനെ പരിഹരിക്കണമെന്ന് സത്യത്തിൽ ഇന്നും അങ്ങനെ പരിഹരിച്ചിട്ടില്ലാത്തതാണ്. അവിടെയാണ് ഫെമിനിസ്റ്റ് സങ്കല്പത്തിനകത്ത് ഈ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ വീടും സമൂഹവും തമ്മിലുള്ള ദ്വന്ദ്വം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ വീടും സമൂഹവും ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ഈ ഒരു തിരിച്ചറിവാണ് പിന്നെ എൻ്റെ ജീവിതത്തിനെ നിർണ്ണയിക്കുന്ന മേഖലകൾ മുഴുവൻ വരുന്നത്. കുഞ്ഞിനെ വളർത്തുന്നതും പങ്കാളിയോടൊത്ത് ജീവിക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തനമാണെന്നുള്ള എൻ്റെ തിരിച്ചറിവാണ് പിന്നത്തെ ജീവിതത്തിൻ്റെ തുടർച്ച. ഇത് പറയുന്നതിന് മുമ്പൊരു സംഭവം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നുപോയാ. അത് നിത്യചൈതന്യതയുടെ 60ാമത്തെ ഷഷ്ടിപൂർത്തി ആഘോഷം. ഞാനത് കേരള കൗമുദിയിലാണ് വായിക്കുന്നത്. അന്ന് ഉണ്ടായിരുന്ന ഒരു മന്ത്രി KK ബാലകൃഷ്ണനുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ വലിയ ഒരു എന്താ പറയേണ്ട സെലിബ്രേഷനാണ് അവർ പ്ലാൻ ചെയ്ത്. അത് 60 കാറ്, ഈ അമിട്ട്, പടക്കം, അത് കഴിഞ്ഞിട്ട് താലപ്പൊലിയിലെ ആളുകൾ 60 പേര് നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഈ 60 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ട് നമുക്ക് സാധാരണഗതിയിൽ ആലോചിക്കാൻ വയ്യാത്ത നിലവാരത്തിലൊരു ആഘോഷ വിവരണമാണ് ഉണ്ടായത്. ഇതിനു വേണ്ടി ഒരു കമ്മിറ്റി അവിടെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ സിംഗപ്പൂരാണ് അദ്ദേഹം വരുമ്പോൾ ഇത് നമ്മൾ വലിയ ഘോഷയാത്രയായിട്ട് ഇത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആനയും അമ്പാരിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ വലിയ അനൗൺസ്മെൻ്റാണ് ഞാൻ ഈ പത്രത്തിൽ വായിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലളിതമായ ജീവിതം നയിക്കുന്ന യുക്തികളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഗുരുകുലത്തിൻ്റെ ഒരു പൊതു ഇതുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് പോകുന്നെങ്കിലും നമ്മൾ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ ഒരു ആഘോഷത്തിൻ്റെ പങ്കാളിയാകുകയോ പ്ലാൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആലോചിക്കാനായിട്ട് എനിക്ക് അന്ന് കഴിഞ്ഞേയില്ല. അത് വിഷമമായിട്ട് തോന്നി. അപ്പം ഞാൻ സാധാരണഗതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കുന്ന തരത്തിലുള്ള വരികൾ എഴുതാറുള്ളത്. അങ്ങനെ എഴുതുന്ന രീതിയിൽ ഞാൻ ഒരു കത്തങ്ങ് ആ മൂച്ചിനപ്പം എടുത്ത് ആ പത്രം വായിച്ചിട്ട് എഴുതുന്ന കത്താണ്. ഞാൻ ഇങ്ങനെ ഇത് എന്തൊരു അസംബന്ധമാണ് എന്ന് പറയാതെ വ്യംഗ്യമായി പറയുന്ന രീതിയിലാണ് അത് മുഴുവൻ എഴുതിയത്. അപ്പോൾ ഒരു വശത്ത് എന്താ പറയുക, ലളിത ജീവിതത്തിനെ പറ്റി പറയുകയും മറുവശത്ത് ഇങ്ങനത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിനകത്തുള്ള ഒരു എന്താണ് സ്വീകാര്യത ഇല്ലായ്മയെപ്പറ്റി സൂചിപ്പിക്കാനാണ് ശരിക്കും പറഞ്ഞ് എഴുതിയത്. ഞാൻ എഴുതിയ വാക്കും സാധനങ്ങളൊക്കെ ഇച്ചിരി അതിര് കിടന്നതാണെന്ന് തന്നെ കാണാവുന്നതാണ്. അങ്ങനെ പക്ഷെ അത് ആ മൂച്ചിന് അപ്പോൾ എഴുതിയതാണ്. അത് എഴുതി ഞാൻ അങ്ങ് അയച്ചു. അത് കഴിഞ്ഞപ്പോൾ എഴുതിയുടെ കത്ത് എനിക്ക് വരുന്നുണ്ട്.
ഞാൻ ഇപ്പോഴാണ് ഈ ഇങ്ങനത്തെ ഒരു ന്യൂസ് വായിക്കുന്നത്. നീ എഴുതിയിരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ സിംഗപ്പൂരായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവർ ചെയ്യാൻ പോകുന്നു എന്ന് കണ്ടത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ നിൻ്റെ കത്ത് കിട്ടിയപ്പോഴായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ സൗമ്യമായിട്ട് തന്നെ എനിക്ക് മറുപടിയൊക്കെ എഴുതി ഞാനത് മാറ്റുന്നുണ്ട്. എന്നിട്ട് വർക്കല ഹരിജൻ കോളനിയിൽ ഒരു സദ്യ നടത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ, മറ്റുള്ള പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് അങ്ങനെ തീരുമാനിച്ച് അദ്ദേഹം എന്നെ അറിയിക്കുകയാണ് ചെയ്തത്, ഇങ്ങനത്തെ ചെയ്തത്. പക്ഷേ ഈ കത്ത് എഴുതിയ അതിൻ്റെ ഭാഷയും കാര്യവും തെറ്റും ഒന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. പറഞ്ഞത് ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് സംഭവിച്ചു പോയതാണെന്നുള്ള നിലവാരത്തിൽ എഴുതുക ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു കത്തിടപാട് ഞങ്ങൾ തമ്മിൽ നടന്നത് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഭാസുരേന്ദ്ര ബാബു കത്ത് എഴുതുമ്പോൾ അദ്ദേഹത്തിനുള്ള മറുപടിയായിട്ട് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് സന്യാസിയായിട്ട് ഇരുന്ന ഒരാളെ ഇഷ്ടപ്പെട്ട ഒരാൾ ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറിയ ഒരാളെ ഇഷ്ടപ്പെടുകയോ ഇല്ലയെന്നോ അറിഞ്ഞുകൂടാ. ഏതായാലും ഞാനും കൂടെ പോയി നോക്കട്ടെ, ചിങ്ങൂരിൽ അത് നടത്തേണ്ട കാര്യമില്ല എന്ന് പറയും. അങ്ങോട്ട് ആ ബോർഡും ഒക്കെ ആയിട്ട് പുസ്തകമൊക്കെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും. എങ്ങനെയാണ്, ഞാൻ നിങ്ങളുടെ മകളെ എനിക്കിഷ്ടമാണ്, നിങ്ങൾ എനിക്ക് അവരെ വിവാഹം കഴിച്ചു തരുമോ എന്നാണല്ലോ ചോദിക്കേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നത് എന്താണ്, എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ് പക്ഷെ വിവാഹം കഴിക്കത്തില്ല. ഇങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു ഭയങ്കര പ്രശ്നമായി.